നിസ്കരിക്കാൻ എല്ലാവർക്കും ഉഷാറ. കാരണം അതിന് പ്രത്യേകിച്ച് വലിയ ചെലവില്ല. നമസ്കാരത്തിന് പണച്ചെലവില്ല. അവനാൻ സമ്പാദിച്ച സമ്പത്തിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട സകാത്തിന്റെ കണക്ക് നോക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഈമാനാ. അത്രയേറെ ത്യാഗം ചെയ്ത് നേടിയ സമ്പത്തിൽ നിന്നും എനിക്ക് അർഹതപ്പെടില്ലെന്ന ബോധത്തോടുകൂടി നീക്കിവെക്കുന്നവൻ, 20 ലക്ഷം അനുഭാവമുള്ളവൻ, 20 ലക്ഷം സമ്പാദ്യമുള്ളവൻ 50,000 ഞാൻ നീക്കിവെച്ചേ മതിയാകൂ എന്ന് ചിന്തിക്കുന്നത് ഈമാൻ. നമസ്കാരത്തിന് ഈമാൻ വേണ്ട എന്നല്ല, നമസ്കരിക്കുന്നവന് ചെലവില്ല. നിസ്കാരത്തിന് 1000 രൂപ കൊടുക്കണമെന്നും ഒന്നു എടുക്കുന്നതിന് 250 റുപ്യ ചെലവാക്കണമെന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് റബ്ബ് തന്ന സമ്പത്തിൽ നിന്നും നിങ്ങൾ ആ സക്കാത്ത് അങ്ങ് കൊടുത്തേക്കണം. അല്ലാതെ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജിനൊക്കെ പോയിട്ടുണ്ട്, ഉംറക്കും പോയിട്ടുണ്ട്, ഷഹാദത്ത് കലിമയും ചൊല്ലിയിട്ടുണ്ട്. സക്കാത്തിന്റെ വിഷയത്തിൽ മാത്രം മരിക്കുന്നവരെ പള്ളിയിലെ മൗലവിമാരോട് സംശയം ചോദിക്കും. അവിടെ 10 സെന്റ് ഉണ്ട്, അവിടെ 2 മുറി പീടിയുണ്ട്, ചെറിയ വാടക കിട്ടുന്നതുണ്ട്, നിന്റെ ശമ്പളത്തിൽ സക്കാത്തുണ്ടോ, ഞാൻ സർക്കാരിന് ടാക്സ് കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നോമ്പ് തീരുന്നത് വരെയും അടുത്ത നോമ്പാകുന്നത് വരെയും കണക്ക് നോക്കാതെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, നിങ്ങളെ മക്കൾക്കും കുടുംബത്തിനും നിങ്ങൾ തിന്നാൻ കൊടുക്കുന്നത് പോലും ഹറാമിന്റെ രേഖയിലെ പടച്ചിറപ്പ് രേഖപ്പെടുത്തു. കാരണം അർഹതപ്പെട്ടവരിലേക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്ന കാരണം കൊണ്ട്. അതുകൊണ്ട് സമ്പത്തിന്റെ ഹക്കാണ് സക്കാത്ത്. അത് കൊടുത്തു വിട്ടുക തന്നെ വേണം. വല്ലാഹി